ജനറ്റിക്സ് എന്നല്ലേ? നമ്മൾ വളരെ ബ്രീഫായിട്ട് ജനറ്റിക്സിന്റെ ഡെഫിനേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സയൻസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻസ്. രണ്ട് ടേംസ് ആണുള്ളത്, ഒന്ന് ഇൻഹെറിറ്റൻസ്, ഒന്ന് വേരിയേഷൻസ്. അത് രണ്ടും എന്താന്ന് നോക്കാമോ? ഒരു അച്ഛന്റെയും അമ്മയുടെയും ഉദാഹരണം എടുക്കുക. എ എന്ന് പറയുന്ന ഒരു മദർ, ബി എന്ന് പറയുന്ന ഒരു ഫാദർ. രണ്ടുപേർക്കും രണ്ട് മക്കളുണ്ട്. സി എന്ന് പറയുന്ന ഒരു കൊച്ചുണ്ട്, ഡി എന്ന് പറയുന്ന വേറൊരു കുട്ടിയുണ്ട്. അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും ഒരുപാട് ക്യാരക്ടേഴ്സ് ഈ മക്കൾക്ക് രണ്ടുപേർക്കും കിട്ടിക്കാണും. ഒരുപാട് സിമിലർ ക്യാരക്ടേഴ്സ്. അച്ഛന്റെ സ്കിന്നിന്റെ കളർ കിട്ടിക്കാണും, അമ്മയുടെ മുടിയുടെ ടൈപ്പ് കിട്ടിക്കാണും. അച്ഛന് ഇപ്പം 6 ഫിംഗേഴ്സിലാണെങ്കിൽ ചിലപ്പം കുട്ടിക്ക് അത് കിട്ടിക്കാണും. അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് അച്ഛന്റെ അമ്മയുടെയും കിട്ടിക്കാണും. അതിനെ വിളിക്കുന്ന പേരാണ് ഇൻഹെറിറ്റൻസ്. അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും ഇൻഹെറിറ്റഡ് ആയിട്ട് കുറെ ക്യാരക്ടേഴ്സ് മക്കൾക്ക് ലഭിക്കുന്നു. അതേസമയം അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും ഒരുപാട് വ്യത്യാസങ്ങൾ മക്കൾ കാണിക്കും. അച്ഛന്റെയും അമ്മയുടെയും ഡിറ്റോ കോപ്പി ആയിരിക്കില്ല മക്കൾ എന്ന് പറയുന്നത്. മക്കൾക്ക് ഒരുപാട് ക്യാരക്ടേഴ്സിൽ വ്യത്യാസം ഉണ്ടാവും. ഈവൻ ഒരേ അമ്മയുടെ അച്ഛന്റെയും രണ്ട് മക്കളാണ് സിയും ഡിയും, എന്നിരുന്നാൽ പോലും സിയും ഡിയും തമ്മിലും ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതിനെ വിളിക്കുന്ന പേരാണ് വേരിയേഷൻസ്. എങ്ങനെയാണ് ഈ ഇൻഹെറിറ്റൻസ് ഉണ്ടാവുന്നത്, എങ്ങനെയാണ് ഈ വേരിയേഷൻസ് ഉണ്ടാവുന്നത്, ഇതെല്ലാം പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ്, അതാണ് ജനറ്റിക്സ്. ജനറ്റിക്സ് എന്താന്ന് പറയില്ല. ജനറ്റിക്സ് ഇസ് എ സയൻസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻസ്, സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻസ്. എങ്ങനെയാണ് ഇൻഹെറിറ്റൻസ് ഉണ്ടാവുന്നത്, എന്താണ് അച്ഛനിൽ നിന്ന് അമ്മയിൽ നിന്ന് മക്കളിലേക്ക് പോകുന്നത്, ഈ ക്യാരക്ടേഴ്സിനെ കിട്ടണമെങ്കിൽ ആ കമ്പോണന്റ് ആണ് ജീൻ. ജീൻസ് ആണ് അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും മക്കളിലേക്ക് ട്രാൻസ്മിറ്റഡ് ആകുന്നത്. ആ ജീൻസ് വഴിയാണ് ഈ ക്യാരക്ടേഴ്സ് എല്ലാം ലഭിക്കുന്നത്. ജീൻസ് എവിടെയാണ് ലൊക്കേറ്റഡ് ആയിരിക്കുന്നത്? ജീൻസ് ലൊക്കേറ്റഡ് ആയിരിക്കുന്ന ക്രോമസോം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിലാണ്. ജീൻ ആണ് ഓരോ ക്യാരക്ടേഴ്സിനെ ഡിസൈഡ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു. ഇപ്പം ഓരോ പെർട്ടിക്കുലർ ക്യാരക്ടറിനും ഒരു ജീനോ രണ്ട് ജീനോ അതിൽ കൂടുതൽ ജീൻസോ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ മൾട്ടിപ്പിൾ ജീൻസ് ഉണ്ടായിരിക്കും ഒരു ക്യാരക്ടർ ഡിസൈഡ് ചെയ്യാൻ. ചിലപ്പോൾ ഒരു ക്യാരക്ടർ ഡിസൈഡ് ചെയ്യാൻ ഒരൊറ്റ ജീനേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. ഈ ജീനുകളൊക്കെ കൂടി ഇരിക്കുന്നത് ക്രോമസോം എന്ന് പറയുന്ന സ്ട്രക്ചറാണ്. നമ്മൾ ഈ താഴെ വരച്ചിരിക്കുന്ന ക്രോമസോമിന്റെ ഒരു ജസ്റ്റ് ഒരു മോഡലാണ്. രണ്ട് ആംസ് ഉണ്ടായിരിക്കും നോർമലി. ഇതൊരു ലോങ് ആം, ഷോർട്ട് ആം. അതിനൊരു സെന്റർ പോർഷൻ ഉണ്ടായിരിക്കും, സെൻട്രോമിയർ. ഇത് ഒരു മോഡൽ വരച്ചേക്കുന്നതാണ് ക്രോമസോമിന്റെ. ഈ ക്രോമസോം ഇരിക്കുന്നത് സെല്ലിനകത്ത്, ന്യൂക്ലിയസിനകത്താണ് ഈ ക്രോമസോം ലൊക്കേറ്റഡ് ആയിരിക്കുന്നത്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് നോക്കാം. ഈ ക്രോമസോമില് DNA എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. ഈ DNA ആണ് സത്യത്തിൽ ക്രോമസോമിന് ഇങ്ങനെ ഒരു ഷേപ്പ് ആക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അതിനെയാണ് ശരിക്കും ക്രോമസോം എന്ന് പറയുക. നമ്മളൊരു നൂലെടുത്തു കഴിഞ്ഞാൽ ആ നൂലിന്റെ ഉണ്ട എടുക്കുക. ആ നൂലിന്റെ ഉണ്ടെന്ന് പറയാ ഇങ്ങനെ നൂലിങ്ങനെ ചുരുട്ടി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ നൂലിന്റെ ഉണ്ട എടുത്ത് നമ്മൾ ഇത്ര ചെറിയൊരു പീസേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഈ നൂല് മുഴുവൻ നമ്മൾ അഴിച്ചെടുത്താലോ, നൂലിന് ഭയങ്കര ലെങ്ത് ആണ് അല്ലെ? ആ നൂലിങ്ങനെ നീണ്ട് ഇങ്ങനെ പോകും. അതുപോലാണ് ഈ ക്രോമസോമിന്റെ കേസ്. നമ്മൾ DNA ഇങ്ങനെ കണ്ടൻസ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക ഈ ക്രോമസോം എന്ന് പറയുന്ന ഒരു ഷേപ്പിൽ. DNA ഇങ്ങനെ അഴിച്ചെടുത്തു കഴിഞ്ഞാൽ അതൊരു ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിലാണ് ഇരിക്കുന്നുണ്ടാവുക. ഒരു ഹെലിക്കൽ സ്ട്രക്ചർ ആണ്, ഡബിൾ സ്ട്രാൻഡഡ് ആണ്. രണ്ട് സ്ട്രാൻഡ്സ് ഉണ്ടാവും. ഇവിടെ ഒരു ആം ഉണ്ടാവും, ഇവിടെ ഒരു ആം ഉണ്ടാവും. അതിനകത്ത് ഒരുപാട് ന്യൂക്ലിയോടൈഡ്സ് ഉണ്ടാവും. ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറയുന്ന കുറെ കമ്പോണൻസ് ഉണ്ടാവും. ഈ DNA ഒരു പെർട്ടിക്കുലർ പീസ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സെഗ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ, ആ പീസ് ആയിരിക്കും ഒരു ക്യാരക്ടർ ഡിസൈഡ് ചെയ്യാൻ വേണ്ട പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പരിപാടികളൊക്കെ ചെയ്യുന്നത്. അതൊരു ഡീറ്റെയിൽഡ് പ്രോസസ്സാണ്, അത് നമുക്ക് പിന്നീട് പഠിക്കാം. ആ ഒരു പെർട്ടിക്കുലർ കമ്പോണന്റ്, ഒരു പീസിനെ വിളിക്കുന്ന പേരാണ് ജീൻ. അങ്ങനെ ഒരു ക്രോമസോമിനകത്ത് ഒരുപാട് ജീൻസ് ഉണ്ടായിരിക്കും. പല ക്യാരക്ടേഴ്സിനെ ഡിസൈഡ് ചെയ്യുന്ന പല ജീൻസ് ഉണ്ടായിരിക്കും. ഈ ജീൻസ് എങ്ങനെയാണ് ഒരു ഫാദറിൽ നിന്നും മദറിൽ നിന്നും ട്രാൻസ്മിറ്റഡ് ആവുന്നത്? അത് പ്ലാന്റ്സിന്റെ കേസിലാണെങ്കിലും ആനിമൽസിന്റെ കേസിലാണെങ്കിലും ഹ്യൂമൻ ബീങ്സിന്റെ കേസിലാണെങ്കിലും ഒക്കെ സെയിം ആണ്. എങ്ങനെയാണ് ഈ ജീൻസ് ട്രാൻസ്മിറ്റഡ് ആവുന്നത്? ഈ ട്രാൻസ്മിറ്റഡ് ആവുന്ന ജീൻസ് വഴി എങ്ങനെയാണ് പ്രോജനിക്ക് ക്യാരക്ടേഴ്സ് കിട്ടുന്നത്? പക്ഷെ ജീൻസ് ട്രാൻസ്മിറ്റഡ് ആകുന്നുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ടാണ് പ്രോജനിക്ക് ക്യാരക്ടേഴ്സ്, അതായത് മക്കൾക്ക് ക്യാരക്ടേഴ്സിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്? ഇതെല്ലാം പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് ജനറ്റിക്സ്.